നമസ്കാരം. ഈ ജാഗ്രത, സ്വപ്നം തുടങ്ങിയ രണ്ട് അവസ്ഥകളിലും ഉള്ള അതേ അറിവാണ് സുഷുപ്തിയിലും ഉള്ളത്. അതായത് ഗാഢനിദ്രയിൽ, ഉറക്കത്തിൽ. അപ്പൊ ഇതിനെ എങ്ങനെ അറിയും? അങ്ങനെയാണെങ്കിൽ ഗാഢനിദ്രയിൽ ഉള്ള ഒരാൾക്ക് അയാളിലും അയാളുടെ ചുറ്റും നടക്കുന്നതിനെ അറിയാൻ സാധ്യമല്ല. അവനവൻ എവിടെ കിടക്കുന്നു എന്നും എവിടെയാണ് കിടക്കുന്നത് എന്നും അറിയാൻ സാധ്യമല്ല. അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഗാഢനിദ്രയിലുള്ള ഒരു വ്യക്തിക്ക് ഒന്നും അറിയാൻ പറ്റില്ല, സാധ്യമല്ല. അപ്പൊ ഗാഢനിദ്രയിൽ നിന്നും ഉണർന്നു വരുന്ന വ്യക്തിയോട് എന്തായിരുന്നു ഉറക്കത്തിലെ അനുഭവം അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയും. അല്ലേ? അപ്പൊ ഗാഢനിദ്രയിലുള്ള അനുഭവം ഒന്നും അറിഞ്ഞില്ല. ഈ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും അജ്ഞാനമാണ്. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അത് അജ്ഞാനമാണ്. അജ്ഞാനമല്ലേ? ആ അജ്ഞാനത്തിനെ അറിയുന്ന ഒരാൾ, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അജ്ഞാനത്തിനെ അറിയുന്ന ഒരാൾ അവിടെ വേണമല്ലോ, അവിടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പൊ ഗാഢനിദ്രയിൽ സുഖം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് അയാളിൽ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം തുടങ്ങിയവ ഒന്നും ഉണ്ടായിരുന്നില്ല ഉറക്ക സമയത്ത്. ഇനി സ്ഥലകാല ബോധം, അല്ലെ, ഇതൊന്നുമില്ലാതെയാണ് ലോകത്തിലുള്ള സകല ആളുകളും ഡീപ് സ്ലീപ്പിൽ, ഗാഢനിദ്രയിൽ, എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ ഈ ഗാഢനിദ്രയിൽ അജ്ഞാനമാണ് അനുഭവമെങ്കിൽ, നമ്മുടെ അനുഭവം അജ്ഞാനമാണ്, ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ആ അജ്ഞാനമാണ് അനുഭവമെങ്കിൽ, അതാണല്ലോ നമ്മുടെ അനുഭവം. അപ്പൊ അജ്ഞാനമാണ് അനുഭവം. അപ്പൊ പിന്നീട് എണീറ്റ ശേഷം പിന്നീട് അതിനെ ഓർമ്മിക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കണം, നമ്മൾ ഒന്ന് പോയി നോക്കണം ശരിയാണോ എന്ന്. ഓർമ്മിക്കാൻ പറ്റുമോ? അപ്പൊ ഉറക്കത്തിലെ അജ്ഞാനമായ ആ അനുഭവത്തെ, ഉറക്കത്തിലുള്ള അജ്ഞാനമായിട്ടുള്ള ആ അനുഭവത്തെ ഉറങ്ങി എണീറ്റ ശേഷം ജാഗ്രത അവസ്ഥയിൽ, അല്ലെ, ഓർമ്മിച്ചു പറയണം. സുഖമായി ഉറങ്ങി എന്ന് ഓർമ്മിച്ചാണ് പറയണം. ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഓർമ്മിച്ചു പറയണം. അപ്പൊ ഉറക്ക സമയത്ത് ഒന്നും അറിയാൻ സാധ്യമല്ല എന്ന് നമ്മൾ തന്നെ പറയും. ഉറങ്ങുന്ന ഒരാൾക്ക് ഒന്നും അറിയാൻ സാധ്യമല്ല എന്ന് നമ്മൾ തന്നെ പറയുകയും നമ്മൾ തന്നെയാണ് സുഖമായി ഉറങ്ങി എന്നും പറയുന്നത്. അല്ലേ? എത്ര സൈറ്റിൽ വേണമെങ്കിൽ പറയും, ഒരാൾ തന്നെ അങ്ങനെയാണ് പറയണത്. അപ്പൊ നമ്മൾ തന്നെയാണ് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ തന്നെയല്ലേ പറയണത്. അപ്പൊ ഗാഢനിദ്രയിൽ അജ്ഞാനത്തിനെ കണ്ടുകൊണ്ട്, ആ അജ്ഞാനത്തിനെ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഉറങ്ങാതെ, ശ്രദ്ധിക്കണം, ഉറങ്ങാതെ ഉണ്ടായിരുന്നു.
അത് സുവ്യക്തമാണ്. ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സുവ്യക്തമാണ് അല്ലേ? അപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിലെ അനുഭവത്തെ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിലെ അനുഭവത്തെ ഒന്നും അറിഞ്ഞില്ല, സുഖമായിരുന്നു എന്ന ആ അനുഭവത്തെ ഉറങ്ങാതെ ഉണർന്നിരുന്ന് അറിഞ്ഞ, ഉറങ്ങാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാതെ ഉണർന്നിരുന്ന് അറിഞ്ഞ ആ ശിവതത്വത്തെ നമ്മൾ സ്പഷ്ടമായിട്ട് അറിയണം. ഉറങ്ങാതെ ഉണർന്നിരുന്ന് അറിഞ്ഞ ആ ശിവതത്വത്തെ സ്പഷ്ടമായിട്ട്, ക്ലിയറായിട്ട്, വ്യക്തമായിട്ട് നമ്മൾ തന്നെ അറിയണം. അപ്പൊ ആ ഉണർവായ ശിവസ്വരൂപത്തിനോട് ചേർന്ന്, ശിവസ്വരൂപമായി നമ്മൾ ഒരു സുഹൃത്ത് ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ എപ്പോഴും ശിവനിലായിരിക്കും, ശിവത്തിലായിരിക്കും. കാരണം സർവം ശിവമയമാണ്. ശിവമയമായതുകൊണ്ട് ശിവത്തിനെ അറിഞ്ഞ ആള് ശിവത്തിലായിരിക്കും. ശിവത്തിനെ അറിയാത്ത ആള് അയാളുടെ മനസ്സ് എന്ത് വിചാരത്തിലാണോ അവിടെ ആയിരിക്കും. തെറ്റേ ശരിയെന്നൊന്നുമില്ല, അയാൾ അവിടെ ആയിരിക്കും. അതങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശിവരാത്രി ദിവസമൊക്കെ ഈ ഉറക്കമൊളിക്കുമല്ലോ, ശിവരാത്രി ദിവസം ഉറങ്ങാതിരിക്കുന്നത് ഈ ജ്ഞാനാനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ജ്ഞാനാനുഭവത്തിന് വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കലാണ്. പക്ഷെ ഉറങ്ങാതിരിക്കുന്നുണ്ട്, നമ്മൾ ഉറങ്ങാതിരിക്കും, നിറയെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നുണ്ട്. പക്ഷേ ഉറങ്ങാതെ എപ്പോഴുമുള്ള, ശിവരാത്രി ദിവസമല്ല, എപ്പോഴും ഉറങ്ങാതിരിക്കുന്നതായ ആ ശിവസ്വരൂപത്തെ, നമ്മളിൽ എപ്പോഴും ഉള്ളതായ ആ ശിവസ്വരൂപത്തെ നമ്മൾ അറിയുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ എത്ര നാൾ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കും? പറ്റിക്കാതെ ഞാൻ എന്നെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ഒരാൾ പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്നെ തന്നെ പറ്റിക്കാതെ ഞാൻ ഉണർന്നിരിക്കുന്നത്, ഞാൻ ഉറക്കം ഒളിക്കുന്നത് ശിവതത്വത്തിനെ അറിയാനാണ്. അത് ശിവരാത്രി ദിവസമല്ല, എപ്പോഴും കൂടെയുണ്ട്. അറിഞ്ഞവർക്ക് എപ്പോഴും ശിവസ്വരൂപത്തിൽ അമർന്നിരിക്കാൻ പറ്റും. എപ്പോഴും ശിവത്തിൽ തന്നെ അവരിയ്ക്കും, അതിലായിരിക്കും. അതല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള സത്യം, യാഥാർത്ഥ്യം അവർ അറിയുകയും ചെയ്യും. അപ്പൊ അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശാന്തി 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 ഹരി ഓം.